ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്ത്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു തർക്കമുണ്ടാവുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ വി ഡി സതീശന് ആ കടമ്പ കടക്കുന്നതിന് മുസ്ലിം ലീഗിൻ്റെ കോണി ചാരി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഇതിൽ ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ നിലപാട് ഒരുപക്ഷെ നിർണായകമായേക്കാവുന്ന ഏതെങ്കിലും ഒരു ഘട്ടം വരികയാണെങ്കിൽ ഘടകകക്ഷികൾ ആർക്കൊപ്പം നിൽക്കും എന്നതൊക്കെ പ്രധാനമാണല്ലോ ശ്രീജിത്ത്. വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരാനുള്ള ഒരു പൊതു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവർ പ്രകടിപ്പിക്കുന്ന പിന്തുണ ഒരു അനുഗ്രഹമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോണി ചാരാനുള്ളൊരു സഹായം വി ഡി സതീശന് സാദിഖ് അലി തങ്ങളുടെ പ്രതികരണത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത് മാത്രമാണോ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നതാണ് ചോദ്യം. അതിന് കോൺഗ്രസുകാർ നൽകുന്ന ഉത്തരം അങ്ങനെയല്ല എന്നാണ്. കാരണം യു ഡി എഫിൻ്റെ തീരുമാനമല്ല, കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയെ ആര് നയിക്കണം, മുഖ്യമന്ത്രി ആരാകണം എന്നതൊക്കെ പൂർണ്ണമായും കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ്. ആദ്യമായി അതിനുള്ള കടമ്പ എന്ന് പറയുന്നത് കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷമാണ്. രണ്ടാമത്തേത് ഹൈക്കമാൻഡ് തീരുമാനമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി യോഗത്തിലെ പിന്തുണയുടെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് വരിക. അപ്പോൾ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളൊക്കെ സ്വാധീനിക്കപ്പെടാമെങ്കിലും അത് മാത്രമാകില്ല ഒരു പ്രധാന ഘടകമായി, പ്രധാന മാനദണ്ഡമായി കണക്കാക്കപ്പെടുക. മറിച്ച് MLA-മാരുടെ പിന്തുണയും ഹൈക്കമാൻഡിന്റെ താല്പര്യവുമാണ്. കാരണം 10 കൊല്ലത്തെ അധികാര നഷ്ടത്തിന് ശേഷം കേരളത്തിലേക്ക് അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും തങ്ങളുടേതാണ് എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കരുതുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ മറ്റ് ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന പിന്തുണ അല്ലെങ്കിൽ നൽകുന്ന പിന്തുണ ഒരു പൊതു അന്തരീക്ഷം അനുകൂലമാക്കാൻ ആരെയാണോ അവർക്ക് സഹായകരമാകും എന്ന കാര്യം അതിപ്പോൾ സതീശന് അനുകൂലമായി സംഭവിച്ചിരിക്കുന്നു. നേരത്തെ നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്ത പോലെ കഴിഞ്ഞ ശനിയാഴ്ച ലീഗിൻ്റെ നേതൃയോഗത്തിൽ നടന്ന ചർച്ചയിൽ വളരെ കൂടുതൽ ആളുകൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശനെ പിന്തുണയ്ക്കുമെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. അന്നത്തെ ചർച്ചയിലൊന്നും ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാതിരുന്ന ആളാണ് ഈ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ചർച്ചകൾ കമ്മിറ്റിയിൽ വളരെ ശക്തമായി ഉയർന്നപ്പോഴും ലീഗ് നേതൃത്വം ഒരു മൗനം പാലിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ സതീശന് സാധ്യത കൽപ്പിക്കപ്പെട്ടതോടുകൂടിയാണ് ആ മൗനം വെടിഞ്ഞ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു പ്രതികരണത്തിലേക്ക് വരുന്നത്. അപ്പോൾ ലീഗിൻ്റെ നിലപാട് സതീശന് അനുകൂലമാണ് എന്നൊരു പൊതു പ്രതീതിയാണ് ഇപ്പോൾ ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. അത് സതീശന് വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നാൽ പോലും MLA-മാരുടെ പിന്തുണയും ഹൈക്കമാൻഡിന്റെ പിന്തുണയും അടക്കമുള്ള കാര്യങ്ങൾ കൂടി വന്നാൽ മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ് അനായാസമാകുകയുള്ളൂ, സാധ്യമാകുകയുള്ളൂ എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ വി ഡി സതീശന് പിന്തുണയുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.